Question. A 10-meter long rope is to be cut into two pieces and a square is to be made using each. The difference in the areas enclosed must be 1 and 1 by 4 square meters. How should it be cut? നമുക്ക് we have a 10-meter long rope and we want to cut into total 10 meter ആണ്. We want to cut into two pieces and with two each we want to make a square. ഈ പീസ് ഉപയോഗിച്ചൊരു സ്ക്വയർ ഉണ്ടാക്കണം, ഈ പീസ് ഉപയോഗിച്ചിട്ടും ഒരു സ്ക്വയർ ഉണ്ടാക്കണം. ടോട്ടൽ പീസ് 10 മീറ്റർ ആണ്. ഇനി നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് ദിസ് സൈഡ് ഈസ് എക്സ്. ഈ പീസ് എക്സ് ആണ്. അപ്പോൾ ഈ പീസ് നമ്മൾ എന്ത് എഴുതും? സ്വാഭാവികമായിട്ടും 10 മൈനസ് എക്സ് എന്നാണ് എഴുതേണ്ടത്. എക്സ് മൈനസ് 10 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഇത് എക്സ് ആണെങ്കിൽ ആ എക്സിൽ പോയി എക്സ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 10 എന്ന് എക്സ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിരിക്കും ഈ സൈഡ്. ദെൻ ദ ടോട്ടൽ പെരിമീറ്റർ ഈസ് എക്സ്. ഇതുപയോഗിച്ച് ഇതുണ്ടാക്കുമ്പോൾ ടോട്ടൽ പെരിമീറ്റർ എന്തായിട്ട് മാറും? എക്സ് ആവും. ദെർഫോർ സൈഡ് ഈസ് വാട്ട്? എക്സ് ബൈ 4. ആൻഡ് ഹിയർ വാട്ട് ഈസ് എ സൈഡ്? The total perimeter is 10 minus x. The length of the rope is 10 minus x. Then total perimeter is 10 minus x. Therefore, side is equal to 10 minus x by 4. Now, what about this area? Area is side square. This area is x by 4 square. And this area is 10 minus x by 4 square. Then what is another relation here? That is the difference in area. Difference in area, that is this minus this gives 1 by 4. We can substitute the value 1 by 4 here. Then we can expand this, that is 10 minus x the whole square by 4 square is 16 minus x square is x square by 4 square is again 16 is equal to 1 by 4. 1 by 4 is 1 into 4, 4 plus 1, 5, that is equal to 5 by 4. Then 16 4 നോക്കൂ, കോമൺ ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാറ്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിനെ 4 കൊണ്ട് എല്ലാറ്റിനെയും 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഈ ഈക്വാലിറ്റി ഇവിടെ നിൽക്കും. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 4 കിട്ടും. ഇവിടെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4 കിട്ടും. ഇവിടെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഈ 4 ക്യാൻസൽ ആവും. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് ഈ കോമൺ ഫാക്ടറിൽ ക്യാൻസൽ ചെയ്യുക. ഈ 3 ഡിനോമിനേറ്ററിലെയും കോമൺ ഫാക്ടറിനെ ക്യാൻസൽ ചെയ്താലും ഈക്വൽ സൈൻ അങ്ങനെ തന്നെ നിൽക്കും. ഇപ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഇല്ല. ഇനി ഇതിനെല്ലാറ്റിനെയും 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. ഈ മൊത്തത്തിനെയും ഈ മൊത്തത്തിനെയും ഈ മൊത്തത്തിനെയും വി ക്യാൻ മൾട്ടിപ്പിൾ ബൈ 4 അഗെയിൻ. 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ദിസ് 4 ക്യാൻസൽ. 4 കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ദിസ് 4 ക്യാൻസൽ. ആൻഡ് 4 കൊണ്ട് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇൻറ്റു 4 വരും. ഇനി ഇത് ചെയ്യുന്നതിന് പകരം ടോട്ടൽ ടേമിനെ 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താലും മതി. ടോട്ടൽ ടേമിനെ 16 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ 16 ക്യാൻസലാവും, ഇവിടെ 16 ക്യാൻസലാവും, ഇവിടെ ഇൻറ്റു 16 വരുമ്പോൾ ആ 16ൽ ഒരു 4 ക്യാൻസലായിട്ട് 4 കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ദെൻ യു ഗെറ്റ് 10 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 10 സ്ക്വയർ, that is 100 minus 2xy ആണ്. 2 into x into 10 വരും. a minus b x minus y the whole square is equal to x square ചെയ്തു. മൈനസ് ഇട്ട് ഇനി 2xy എഴുതണം. 2x into y. x into y എന്ന് പറയുമ്പോൾ 10 into x. 10 into x 2 into 10 into x മൈനസ് പ്ലസ് സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ എഴുതാണ്ട്. ഫസ്റ്റ് ടേമിൻ്റെ സ്ക്വയർ എഴുതി, മൈനസ് 2xy എഴുതി, plus second term into square, that is what? X square is equal to, you get 5 into 4 is equal to 20. Then you get 100 minus 2 into 10, 20x plus x square is equal to question.
A 10-meter long rope is to be cut into 2 pieces and a square is to be made using each. The difference in the areas enclosed must be 1 and 1 by 4 square meters. How should it be cut? We have a 10-meter long rope. നമ്മുടെ കയ്യിൽ നിന്നുണ്ട് ഒരു 10 meter long rope ഉണ്ട്. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. We want to cut into 2 pieces. 2 pieces കട്ട് ചെയ്യുമ്പോൾ we can take this piece as x and this piece is what? 10 minus x. x minus 10 എഴുതരുത്. x ഇവിടെ പോയി കഴിഞ്ഞാൽ ടോട്ടൽ 10 നിന്ന് ബാക്കി എന്തുണ്ടാവും? 10 minus x ഉണ്ടാവും. ദെൻ ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ നിർമ്മിച്ചു. ഈ റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ നിർമ്മിച്ചു. What is the side? The side is not x but x by 4. എന്താ x by 4 വരാൻ കാരണം? ഇത് പെരിമീറ്റർ ആണ്. അപ്പോൾ സൈഡ് x by 4 ആയി. ഇത് പെരിമീറ്റർ ആണ് ഈ റോപ്പ്. അപ്പോൾ ഇവിടെയും സൈഡ് എന്തായി മാറി? 10 minus x by 4 ആയി മാറി. Then what is the area here? x by 4 square. Side square ആണ്. What is the area here? This square. And what is the relation? This difference of area is equal to 1 by 4. That is the difference there. Area difference 1 by 4. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുക. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്തിട്ടും 10 minus x the whole square by 4 square is 16 minus ഇവിടെ എന്ത് കിട്ടും? x square by 16. ഇവിടെ എന്ത് കിട്ടും? 1 by 4 എന്ന് പറയുമ്പോൾ 1 into 4 4 plus 1 5 by 4 എന്നുള്ള ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇപ്പോൾ ഇവിടെ 16 ഉണ്ട്, ഇവിടെ 16 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. ഇത് മൊത്തം നമ്മൾ ഈ 16 ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടേമിനെയും 16 മൾട്ടിപ്ലൈ ചെയ്യും. ഞാൻ ഇവിടെ 16 മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും 16 മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെയും 16 മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴും ഈക്വൽ സൈൻ അങ്ങനെ തന്നെ നിൽക്കും. ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഈക്വൽ സൈൻ. ഇവിടെ 16 ക്യാൻസൽ ചെയ്യും. യു ഗെറ്റ് വാട്ട്? 10 minus x the whole square. And here minus 16 ക്യാൻസൽ ചെയ്യും. എല്ലാ ടേമിനെയും 16 മൾട്ടിപ്ലൈ ചെയ്യണം. x square is equal to ഇവിടെ 4ഉം 16ഉം ക്യാൻസൽ ചെയ്തിട്ട് 4 വരും അല്ലേ? 4 into 5 is equal to what? 20 വരും. ഇത് a minus b the whole square വെച്ച് a minus b the whole square വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? x minus y the whole square is x square. ഫസ്റ്റിൻ്റെ സ്ക്വയർ minus 2 times of the double of the product. 2 into 10 into x plus what? Here x square and minus this term that is x square is equal to you get what? 20. 10 square is 100 minus 2 into 10 to x is 20x. x square minus x square cancelled equal to you get what? 20. Then നമുക്ക് ഈ 20x ഇങ്ങോട്ട് കൊണ്ടുപോകാം. വേരിയബിളുള്ള പാർട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം. 100 ഇവിടെ നിൽക്കും. 20 plus 20 ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? -20 ആവും. ഈക്വൽ ടു -20x ഓപ്പോസിറ്റ് സൈഡ് പോകുമ്പോൾ എന്താവും? 20x ആവും. then you get 80 is equal to 20x. then equal to x is equal to 80 by 20. 80 by 20 is equal to what? 4. x is equal to 4. കട്ട് ചെയ്യേണ്ടത് ഇവിടെ 4ഉം ഇവിടെ 6ഉം ആണെന്ന് കിട്ടും. ദിസ് സൈഡ് will be 4 ആൻഡ് ദിസ് സൈഡ് should be 6 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ 2 വേരിയബിളല്ല നമ്മൾ ചെയ്ത്. ഹിയർ ഓൺലി യു ക്യാൻ സി 1 വേരിയബിൾ. നമുക്ക് 2 വേരിയബിൾ കാണാനല്ല, ഒരു എക്സ് എന്നുള്ള ഒറ്റ വേരിയബിളേ കാണുന്നുള്ളൂ. നമുക്ക് ഈ പ്രോബ്ലം 2 വേരിയബിളിലാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ എഫക്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഇഫ് ദ പ്രോബ്ലം ക്യാൻ ബി മൂവ് ഇൻ ടു 2 വേരിയബിൾ. 2 വേരിയബിൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 2 വേരിയബിൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇഫ് ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ, what is the relation between x and y? You know x plus y is equal to what? 10. And what is the relation between the area, that is side of this square is equal to x by 4. Then area is equal to x by 4 square minus side of this square is equal to y by 4. Then area is equal to y by 4 square is equal to, what is the difference in area? 1 by 4 note. Then you get here x square by 16 minus
വൈ സ്ക്വയർ ബൈ 16 ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ ചെയ്ത പോലെ 1 × 4 4 + 1 5/4. ഇവിടെ നമ്മൾ മൊത്തം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ 60. ഇവിടെ ചെയ്ത മാതിരി തന്നെ ഇവിടെ 60 മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടും എക്സ് സ്ക്വയർ. ഇവിടെ 60 മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടും വൈ സ്ക്വയർ. ഇവിടെ 60 മൾട്ടിപ്ലൈ ചെയ്യുന്ന കിട്ടും 16 5/4 × 16. ഇവിടെ 60 മൾട്ടിപ്ലൈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 16 4 ക്യാൻസൽ ചെയ്തിട്ട് 5 × 4 എന്ത് വരും 20 വരും. ഇപ്പോൾ നമ്മൾ 2 വേരിയബിളിൽ നിൽക്കുന്നത് എക്സ് പ്ലസ് വൈ = 10, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ = 20. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 20. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിനെ വി ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ നമുക്കിവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ വാല്യൂ 10 ആണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും എക്സ് പ്ലസ് വൈ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പ്രോഡക്റ്റ് നമുക്കറിയാം. ഈ പ്രോഡക്റ്റ് നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. ബൈ ഇവിടെ എന്തുണ്ട് എക്സ് പ്ലസ് വൈ ഉണ്ട് ഈസ് ഈക്വൽ ടു 20/10 ഈസ് ഈക്വൽ ടു വാട്ട് 2. ഇപ്പോൾ ഈ എക്സ് പ്ലസ് വൈ ക്യാൻസൽ ചെയ്ത് യു ഗെറ്റ് വാട്ട് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 2t and have the relation also x plus y is equal to 10. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ 2 ഇക്വേഷനാണ്. ഇത് ചെയ്യാൻ നമുക്കറിയാം. ആഡ് ചെയ്യുക. ഇവിടെ മൈനസ് വൈയും ഇവിടെ പ്ലസ് വൈയും കണ്ടപ്പോൾ അത് ആഡ് ചെയ്യുക. എക്സ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും 2x. 12 + 2 10 + 2 12. then x is equal to 12/2 that is equal to എന്ത് കിട്ടും 6 കിട്ടും. x is equal to 6. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഒരു സൈഡ് 6, ഇത് 6 ആണ്, ഇതെന്താണ് 4 ആണ്. അപ്പോൾ ഈ 2 പ്രോബ്ലം നമ്മൾ 2 മെത്തേഡിൽ നമ്മൾ ചെയ്ത്, ഒന്ന് 1 വേരിയബിൾ ഐഡിയ ഉപയോഗിച്ചാണ് ചെയ്ത്, അടുത്ത് നമ്മൾ ഒരു 2 വേരിയബിൾ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്ത്. രണ്ടും ചിലത് ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും, ഒന്ന് പ്രയാസമായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എപ്പോഴും 2 ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ എന്നുള്ളത് എപ്പോഴും നമ്മൾ ആലോചിച്ച് വെക്കണം എന്നുള്ളതാണ് ഈ പ്രോബ്ലം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ is 1 meter more than its breadth. Its area is 3/4 square meters. What are the length and breadth? That is a question. ഇവിടെ പറയുന്ന ക്വസ്റ്റ്യന് നമ്മൾ ആദ്യം 1 വേരിയബിളിൽ നിന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാം. ദറ്റ് ഈസ് ദ ലെങ്ത് ഈസ്, ഇഫ് ഇത് എക്സ് ആണെങ്കിൽ ലെങ്ത് ഈസ് 1 meter മോർ ദ പറയുന്നത്. അപ്പോൾ ഇതെന്തായി മാറി x + 1 ആയി. ഇപ്പോൾ നമ്മൾ 1 വേരിയബിളാണ് ഉപയോഗിച്ച്. ആൻഡ് ഏരിയ ഈസ് 3/4. ഏരിയ 3/4 പറയുന്നു. വാട്ട് ഈസ് ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടും നമുക്ക്. 1 വേരിയബിൾ പോകുമ്പോൾ 1 ഇക്വേഷൻ കിട്ടും. x + 1 × x ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദറ്റ് ഈസ് ഈക്വൽ ടു 3/4. ദെൻ x × x എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം. എക്സിനെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് x എന്ന് കിട്ടും, എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എക്സിന് x മൾട്ടിപ്ലൈ x സ്ക്വയർ. x × 1 ഈസ് വാട്ട് x ഈസ് ഈക്വൽ ടു 3/4. ദെൻ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ നമ്മുടെ നിലവിലുള്ള ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതായത് എക്സിന് ഒരു വില കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നിലവിൽ നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എക്സിനൊരു വില കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു 1 വേരിയബിൾ പോകുന്നതിനേക്കാളും ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ നിലവിലുള്ള നമ്മളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു 2 വേരിയബിൾ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 2 വേരിയബിളിൻ്റെ ചാൻസ് ഒന്ന് പരിശോധിച്ച് നോക്കാം. ദെൻ വാട്ട് ഈസ് ദിസ് ലെങ്ത് ഈസ് y ആൻഡ് ദിസ് ബ്രെഡ്ത്ത് ഈസ് y ആൻഡ് ദിസ് ഈസ് x. 2 വേരിയബിൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും 2 ഇക്വേഷൻ വേണം. അപ്പോൾ ഒരു ഇക്വേഷൻ ഓൾറെഡി ഉണ്ട്, x - y. The difference of x - y is equal to 1. ഇതിനേക്കാൾ ഒന്ന് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫറൻസ് ഈസ് x - y is equal to 1. ആൻഡ് ഏരിയ ഈസ് ഈക്വൽ ടു അടുത്തൊരു ഇക്വേഷൻ കിട്ടും. 2 വേരിയബിൾ ഉണ്ടാകുമ്പോൾ 2 ഇക്വേഷൻ ഉണ്ടാവും. xy, that is x × y, ഏരിയ ഈസ് ഈക്വൽ ടു വാട്ട് 3/4. ഇപ്പോൾ നമുക്ക് x - y ആൻഡ് xy കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ x + y കണ്ടുപിടിക്കാൻ ശ്രമിക്കാം.
what is x plus y the whole square is equal to, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്താണോ അതിനോട് ആഡ് ചെയ്യണം. കാരണം ഇതിനേക്കാൾ വലിയൊരു നമ്പറാണിത്, ഇതിനേക്കാൾ വലിയ നമ്പറാണിത്. ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യണം? നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, 4xy ആഡ് ചെയ്യണം. Then what is x minus y the whole square? X minus y the whole square is simple, it is 1 square, plus what is 4xy? 4 into 3, 3 by 4, 4 into 3, 3 by 4 ആണ്. That is equal to 1 plus 4 into 3, 3 by 4 is 3 into 4, 12 plus 3, 15 by 4. അതിന് അങ്ങനെ എഴുതണം, 15 by 4 എന്ന് എഴുതണം. That is equal to 1 plus ഈ 4 4 ക്യാൻസൽ ചെയ്യുക, 15 കിട്ടും. That is equal to you get 16 കിട്ടും. It is equal to 16. Then x plus y the whole square is equal to 16. x plus yൻ്റെ സ്ക്വയർ 16 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ തീർച്ചയായിട്ടും എത്രയായിരിക്കും? 4 ആയിരിക്കും. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 16. ദെൻ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. എക്സ് പ്ലസ് വൈ 4 കിട്ടിയ ഉടനെ നമ്മൾ വി ഹാവ് ദ ഇക്വേഷൻ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. നമ്മളെടുത്ത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ ഉടനെ നമുക്ക് എന്ത് കിട്ടുന്നു? 2x കിട്ടുന്നു. യു ഗെറ്റ് 2x. വൈ പ്ലസ് വൈ ആണ് മൈനസ് വൈ, ക്യാൻസൽ ചെയ്യുന്നു. ദറ്റ് ഈസ് ഈക്വൽ ടു 2x ഈസ് ഈക്വൽ ടു 5. 2x ഈസ് ഈക്വൽ ടു 5. 4 പ്ലസ് 1 5. Therefore x ഈസ് ഈക്വൽ ടു 5/2. x എന്ത് കിട്ടി? 5/2 കിട്ടി. 5/2 മീൻസ് what? 2.5. ദിസ് ഈസ് 2.5. ഇതിനേക്കാൾ 1 സബ്ട്രാക്ഷൻ ആണിത്. 1 റെഡ്യൂസ് ചെയ്യണം ഇവിടേക്ക് വരുമ്പോൾ. Therefore y ഈസ് ഈക്വൽ ടു 1.5 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ദറ്റ് ഈസ് ആൻസർ കിട്ടും. ദറ്റ് ഈസ് 2.5 and 1.5 is the answer. Last question. The hypotenuse of a right triangle is 6 1/2 centimeters and its area is 7 1/2 square centimeters. Calculate the length of its perpendicular sides. ഇവിടെ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണുള്ളത്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് ഇസ് വാട്ട്? 6 1/2. പിന്നെ പറഞ്ഞത് ഏരിയയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്കിവിടെ തുടക്കത്തിലെ ഒരു 1 വേരിയബിൾ എടുക്കാനുള്ള ചോയ്സ് തന്നെ നമുക്കിവിടെ നഷ്ടപ്പെടുകയാണ്. ബിക്കോസ് വി വാണ്ട് ടു ടേക്ക് ഇത് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ എക്സിൻ്റെ പൊസിഷനിൽ ഇതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ യു ക്യാൻ ടേക്ക് ഇറ്റ് ഈസ് വൈ. ദെൻ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു? ഇത് മൂന്ന് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു hypotenuse square, that is 6 1/2 square. 6 1/2 square. ഇത് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 6 1/2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 1/2 6 ഇൻറ്റു 2 12 പ്ലസ് 1 13/2ൻ്റെ സ്ക്വയറാണ്. 13/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ 169/2ൻ്റെ സ്ക്വയർ 13/2 13 സ്ക്വയർ ബൈ 2 സ്ക്വയർ 2 സ്ക്വയർ ഈസ് വാട്ട്? 4. 169/4 എന്ന് കിട്ടും. ആൻഡ് നെക്സ്റ്റ് അടുത്തൊരു ഇക്വേഷൻ വേണം. 2 വേരിയബിൾ 2 ഇക്വേഷൻ വേണം. ഏരിയൻ്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. ബേസ് ഇൻറ്റു ഹൈറ്റ് പറഞ്ഞാലും പ്രോഡക്റ്റ് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ്സ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ദറ്റ് ഈസ് ഹാഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു ദറ്റ് ഏരിയ ഈസ് ഗിവൺ 7 1/2. Area is given. What is that? 7 1/2. xy ൻ്റെ ഹാഫ് 7 1/2 ആണെങ്കിൽ xy എന്താ? 7 1/2 ഡബിൾ. xyൻ്റെ ഹാഫ് 7 1/2 ആണെങ്കിൽ xy സ്വാഭാവികമായിട്ട് 7 1/2 ഡബിൾ ആയിരിക്കും. 7 1/2 ഡബിൾ എന്ന് പറഞ്ഞാൽ 15. 7 1/2 ഡബിൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ എഴുതാം? 15 എഴുതാം. ഇപ്പോൾ നമ്മളിവിടേക്ക് രണ്ട് ഇക്വേഷൻസ് ഉള്ളത്. ഒന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്നുള്ളതും ഒന്ന് എക്സ് വൈ എന്നുള്ളൊരു ഇക്വേഷനും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് ഇത് കണ്ടുപിടിക്കണം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ചെയ്യാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. വാട്ട് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ക്ലിയർ. ദറ്റ് ഈസ് 169/4. 169/4 ആണ്. പ്ലസ് വാട്ട് ഈസ് 2xy? xy is 15, therefore 2xy is what?
30. xy is 15, 2xy is 30. LCM എടുക്കണല്ലോ അല്ലേ? അപ്പോൾ 169 പ്ലസ് LCM എടുക്കുമ്പോൾ എന്ത് കിട്ടും? 120 ഡിവൈഡ് ബൈ 4. ഇറ്റ് ഈസ് ഈക്വൽ ടു 169 പ്ലസ് 120, 289 by 4. X plus y whole square is equal to 289 by 4. Therefore, it is clear x plus y is equal to square root of this. 289 square root is 17 by 4 square root is 4 square is 2. Then x plus y is equal to 17 by 2. ഇതേപോലെ നമ്മൾ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ചെയ്യണം. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ. കാരണം എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ആണ് നമുക്ക് അൾട്ടിമേറ്റായി കിട്ടേണ്ടത്. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിയാലേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക, എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് വാട്ട്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഒരു വ്യത്യാസമുള്ളൂ. ഇതിലെന്ത് വരണം? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2xy. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ നമുക്കറിയാം 169 by 4 ആണ്. മൈനസ് 2xy നമുക്കറിയാം. ഈ പ്ലസിൻ്റെ സ്ഥാനത്തോട് എന്ത് വരണം? മൈനസ് 30 വരണം. Therefore 169 by 4 മൈനസ് LCM എടുക്കുമ്പോൾ 120 വരും. 120 that is equal to 169 minus 120 is equal to 49 by 4. X minus y the whole square is equal to 49 by 4. What is x minus y? X minus y is the square root. 49 by square root. 49 by square root is 7 by 2. You get x plus y and x minus y. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ആഡ് ചെയ്യും. That is you get 2x. y പോവും. 2x is equal to 17 by 2 by 7 by 2. 17 by 2 plus 7 by 2 പറയുമ്പോൾ 17 plus 7 by 2 വരും. 17 plus 7 24. 24 by 2 is equal to what? 12. 2x is equal to 12. x is equal to 12 by 2. 12 by 2 is equal to 6. Then you get x is equal to what? 6. One side is 6. നെക്സ്റ്റ് സൈഡ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ എന്താ അറിയുക? നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 17 by 2 ആണ്. അപ്പോൾ വൈ ഈസ് ഈക്വൽ ടു 17 by 2 മൈനസ് എക്സ് ആണ്. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 17 by 2. വൈ ഈസ് ഈക്വൽ ടു 17 by 2 മൈനസ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വാല്യൂ. 17 by 2 മൈനസ് എക്സ് ഈസ് 6. അപ്പോൾ നമുക്ക് ഇതിനെ എടുക്കാം. 12 by 2 കൊടുക്കാം. എന്നാൽ പെട്ടെന്ന് കിട്ടും. 12 by 2 കൊടുത്താൽ മതി. ദാറ്റ് ഈസ് 17 minus 12 is equal to 5. 5 by 2. 5 by 2 is equal to what? 2.5. അപ്പോൾ 2.5 മീറ്റർ എന്നുള്ള യൂണിറ്റ് കൊടുക്കാം. യു ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ.